വിളിക്കണ്ടേ? കോഴിക്കോട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി മുതൽ തൊടൂക്കാപ്പ് മണലമ്പറം 53-ാം മൈൽ നാട്ടിൽ ഉൾപ്പെടെയുള്ള ഭാഗത്ത് നിരവധി കുഴികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല, മാസങ്ങളായി അവിടെ നിലനിൽക്കുന്നതാണ്. അവിടുത്തെ ട്രോമാ കെയറും അതുപോലെ തന്നെ പോലീസും ബന്ധപ്പെട്ട സന്നദ്ധ സേവകരും അതുപോലെ തന്നെ ക്ലബ്ബ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൽ കുഴിയിൽ മണ്ണിട്ടുകൊണ്ട് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കി പോകുന്നത്. എന്നാൽ ഈയൊരു ഏതാനും മാസങ്ങളായി അത് വലിയ രീതിയിലുള്ള കുഴികളാവുകയും ഏകദേശം ഒരു മാസം മുമ്പാണ് താഴെക്കോട് മരുതല സ്വദേശി ആ കുഴിയിൽ വീണ് ഒരു ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടു. ഒരു 4 ദിവസം മുമ്പാണ് ഒരു ഡയാലിസിസ് പേഷ്യന്റ് അതിൽ വീണ് പരിക്കുകളോടെ ഇവിടെ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ ദിവസം തോറും ഓരോ ബൈക്കുകളും കാറുകളായിട്ടും അപകടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതിനെതിരെയാണ് യൂത്ത് ലീഗ് ഇന്ന് ഈ ഒരു നാഷണൽ ഹൈവേ ഓഫീസിൽ വന്ന് എത്രയും പെട്ടെന്ന് 24 മണിക്കൂറിനകം ആ കുഴികൾ അടച്ചുകൊണ്ട് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ 966 കരിങ്കല്ലത്താണി മുതൽ നാട്ടുകൽ വരെയുള്ള മരണക്കുഴികൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തച്ചനാട്ടുകര പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പൊതുമരാമത്ത് ദേശീയപാത ഓഫീസിൽ ലീഗ് പ്രവർത്തകർ വാഴ നട്ട് പ്രതിഷേധിച്ചു. പൊതുമരാമത്ത് ഓഫീസിൽ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇല്ലാത്തതിനാൽ പെരിന്തൽമണ്ണ തഹസിൽദാറുമായി നടത്തിയ ചർച്ചയിൽ അടുത്ത ദിവസം തന്നെ റോഡിലെ കുഴികൾ അടയ്ക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരാനുകൂലികൾ പിരിഞ്ഞുപോയത്. ദിവസങ്ങളായി ഈ റോഡിലെ കുഴിയിൽപ്പെട്ട് പലരും അപകടത്തിൽപ്പെടുന്നതായും ഒരു മരണം വരെ സംഭവിച്ചതായും ഇവർ പറയുന്നു. പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറാണ് ഏതാനും ഒരു മാസങ്ങൾക്ക് മുമ്പ് അവിടെ മരണപ്പെട്ടത്. ഇനി നാളെ അത്തരത്തിലൊരു അപകടം സംഭവിക്കാതിരിക്കട്ടെ, സംഭവിക്കുകയാണെങ്കിൽ ആരതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ഈ പറയപ്പെട്ട അധികാരികളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? അവർക്ക് ഇതിന് ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമോ? അപ്പൊ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി യൂത്ത് ലീഗ് ഇതിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ ഈ പ്രതിഷേധത്തിൽ അവർ പറഞ്ഞത് 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ അവിടെ അടിയന്തരമായ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. ഒരാഴ്ചക്കകം പരിപൂർണമായും കരിങ്കല്ലത്താണി മുതൽ നാട്ടിൽ വരെയുള്ള ഭാഗങ്ങൾ കുഴി അടക്കും എന്ന് AXCയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി യൂത്ത് ലീഗിന്റെ MSFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഇന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് റാഫി കുണ്ടൂർക്കുന്ന്, സെക്രട്ടറി ഉനൈസ് ചത്തല്ലൂർ, ട്രഷറർ റഷീദ് മുറിയങ്കണ്ണി, MSF ജില്ലാ സെക്രട്ടറി അമീൻ റാഷിദ്, MSF മണ്ഡലം പ്രസിഡന്റ് അൽതാഫ്, ബഷീർ, നൌഷാദ്, മിഥിലാജ്, ഫലാഗ്, ഫാസിൽ തുടങ്ങിയ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാഴകളുമായി പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷനിലെ പൊതുമരാമത്ത് ഓഫീസിലേക്ക് എത്തിയത്. വാഴ പിടിച്ച് സിവിൽ സ്റ്റേഷനിലുള്ള പൊതുമരാമത്ത് ഓഫീസിനുള്ളിലേക്ക് പോകുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെ കണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ജനങ്ങളും ഉദ്യോഗസ്ഥരും ആശ്ചര്യത്തിലായി. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. വിരലിൻ്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫയെ കൊണ്ടുപോകാം. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.